സ്വയം അപമാനമായ ഗാണ്ടു സ്വയം അപമാനമായ ഗാണ്ടു പ്രേമേട്ടന് സ്വയം കളവെന്ന് ഫ്ലാറ്റിൽ രക്ഷിക്കാൻ പറ്റിയില്ല. അപമാനം ഗാണ്ടു പ്രേമേട്ടൻ. ഗാണ്ടു പ്രേമേട്ടൻ കുണ്ടൻ ഇങ്ങോട്ട് കയറി പോരുതാ, സ്വയം അപമാനമായി വെച്ചൊക്കെ. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണ്, ഉള്ളിൽ വെച്ചാണ് ക്യാമറ, കണ്ടുപിടിക്കാത്ത ക്യാമറയുടെ കണക്ഷൻ നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് പോലീസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. അതേ വിഡ്ഡി സെക്കൻഡ് കമ്മിങ് വിശ്വസിക്കാത്ത, ഇത്ര വിശ്വസിച്ച് വന്നിട്ടും വിശ്വസിക്കാത്ത ഇവരെ കൊണ്ട് എന്താ ആവശ്യം? ഗ്ലീഷ് എന്നിട്ട് അടിമോളിനോട് പറയണം. അവർക്ക് അവരുടെ തന്തേനെ തലയുടെ ഒരു ഹെയർ ഉണ്ടായിരുന്ന കൊടുക്കാനായിട്ട്. വിഡ്ഡിത്തം വിശ്വസിച്ച് കത്തി അരിഞ്ഞ് ചത്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് കമ്മിങ് വിശ്വസിക്കാത്ത തന്തി തള്ളയും കൊണ്ട് എനിക്കെന്താ ആവശ്യം? ഒരു കത്തിയരിഞ്ഞ് അവർ തന്നെയാണ് എറിഞ്ഞു, അവർക്കാണ് തിടുക്കം യാത്ര ചെയ്യാൻ അല്ലേ. അവർ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിവിടെ കുറേ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടായോ? അവർ 100 രൂപ മതി, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ. അപ്പോൾ കളവ് നടക്കുന്നതും എല്ലാം നടക്കുന്നതും വിഡ്ഢികളുടെ സമയത്താണ്. വെഡ്ഡികൾ ഒരു അരന്നൂട്ടി വാങ്ങുന്നതാണ്. ഈ പള്ളിയിലെല്ലാവരും സെക്കൻഡ് വരണേ കാത്തിരിക്കാനായിട്ട് വന്ന കാര്യം വേറെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടാ. അപ്പോൾ ഈ സെക്കൻഡ് കമ്മിങ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാൻ കറക്റ്റ് സമയത്ത് വന്നിങ്ങനെ 2888 അത് കൂട്ടി 8888 26 ഇവിടെ നമ്പർ വരുന്നത് അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിന്നോട് ഞാൻ പറയാം, നീ പറയണ വിഡ്ഢിത്തരത്തിന് ഓരോരോ കണക്ക് ചോദിക്കേണ്ടി വരും നിനക്ക്. എല്ലാം പറയണതിന് എല്ലാം പറഞ്ഞ അരന്നൂട്ടി വാങ്ങുന്നുണ്ട്. എത്ര കളവ് നടക്കണം, അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അപമാനമായിട്ട് കൃമിയാട്ടന്. അതുപോലെയാണോ എനിക്ക്? ഇല്ല, അതുപോലെ എല്ലാം നടക്കണം. അത് മനസ്സിലാക്കാൻ പഠിക്കും. എത്ര സെക്കൻഡ് കമ്മിങ് എന്ന് വന്നിട്ടും അത് വിശ്വസിക്കാണ്ട് ഇപ്പോഴും കാത്തിരിക്കണം, യേശുവിനെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വിഡ്ഢി യേശു ചെയ്യണേ നേരെ വിപരീതം ചെയ്തിട്ട് ഓരോ വാക്കുകൾ പറയുമ്പോൾ ഓർക്കണം. കുമ്മുട്ടിയായിട്ട് ക്രിസ്ത്യാനിറ്റി സെക്കൻഡ് കമ്മിങ്ങായിട്ട് എന്ത് ബന്ധം? അവർ ചെയ്യണ വിഡ്ഢിത്തങ്ങൾ നേരെ വ്യത്യാസമാണല്ലോ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇവരൊക്കെ കത്തിയരിഞ്ഞ് സത്ത് കഴിഞ്ഞാൽ എനിക്കെന്താ? ഹെയർ കിട്ടുന്ന ഹെയർ ഞാൻ ചെറിയ കാശിന് ഉപയോഗിക്കുള്ളൂ. ഫ്ലാറ്റിൽ നിന്ന് പഠിക്കാൻ പോകണല്ലേ, 10 ലക്ഷം മേടിച്ച് ചോദിക്കണം. അത് കൂടുതൽ ചോദിക്കണമെന്നില്ലല്ലോ. 90 വയസ്സ് വരെ ജീവിക്കണം. നീ കണ്ടോ? നീയൊക്കെ ചത്തരിഞ്ഞിട്ടുണ്ടായി, എനിക്ക് കുഴപ്പമില്ല. നീയൊക്കെ എന്താ പറയണ അതിൽ? ഓരോ വിഡ്ഢിത്തങ്ങൾ. ക്ലീശ് എപ്പോഴാണ് മോളിനോട് പറയണം? വിഡ്ഢി സ്ത്രീയോട് എന്തിപ്പോൾ വിഡ്ഢി സ്ത്രീയുടെ കാര്യം പോക്കാന്ന് വിവരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ കൂടെ ഇരിക്കണം വിഡ്ഢിക്ക്. എന്നിട്ട് ഓരോരോ അവർ ഈ കുമ്മുട്ടിയും ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അവർക്ക് എന്താ ബന്ധം? സെക്കൻഡ് കമ്മിങ് ആയിട്ട് എന്ത് ബന്ധം? മുസ്ലിംസിനും ഹിന്ദുസിനും ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധം? അത് മനസ്സിലാക്കാം. അവർക്കൊന്നും പറയാനറിയില്ല. അവരോട് ചോദിച്ചാൽ എന്താ അറിയില്ല, അവരുടെ ടോണുണ്ട്, അറിയില്ല അങ്ങനെ പറയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ടോണും വഹിക്കണത് എങ്ങനെയാന്ന് നോക്കി, വോയിസ് ടോൺ ഇഷ്ടമായിട്ട് പറഞ്ഞതാന്ന് വെച്ചാൽ വേണ്ടി വെഡ്ഡി നീ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകണേന്ന് അറിയാം. ഈ വെഡ്ഡികളോട് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇവർ കത്തിയരിഞ്ഞ് ചത്താൽ ഇവരുടെ ശവപ്പെട്ടി കത്തിയരിഞ്ഞ അവശിഷ്ടമ്പോഴുണ്ടാവില്ല ബാക്കി ശവപ്പെട്ടി കുഴിച്ചിടാൻ. പിന്നെ എന്തിനും ഇവരുടെ ശവപ്പെട്ടി കാണാൻ പോകണം? 10 ലക്ഷം ഉണ്ടെങ്കിൽ കുറച്ച് വെച്ച് ചെറിയ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണുള്ളൂ. അത് വ്യത്യാസം മനസ്സിലാക്കും. 500 രൂപ ഒരു ആഴ്ച തികയും. ബാക്കിയെല്ലാം കയ്യിലുണ്ട്. വല്ല പരിപ്പറി ചോറ് അല്ലെങ്കിൽ മാഗി നൂഡിൽസ് അല്ലെങ്കിൽ സാധാരണ വല്ല ബിരിയാണി വല്ല ഉണ്ടാക്കും. അങ്ങനെ പോണെപ്പോഴും സാക്രിഫൈസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. 3.5 വർഷം, 3 പെട്ടെന്ന് തീരും. 30 വയസ്സ് ബാപ്റ്റിസ് ചെയ്തിട്ട് 31, 32, 33 വയസ്സാവാൻ 2021 വരെ എത്ര പെട്ടെന്ന് തീർന്നില്ല വയസ്സ്. 33.5 എന്ന് പറയുമ്പോൾ കൊറോണ വന്നു. 30 വർഷം ബാപ്റ്റിസ് ചെയ്തിട്ട് പുറത്തിറങ്ങുന്നത് എന്താ? ഈ സത്വജനങ്ങളപ്പോൾ പറഞ്ഞ് പേൾപ്പിച്ച പോലെ പറയിപ്പിക്കുകയാണ്. അതിനാണ് പുറത്തിറങ്ങുന്നത്. അതിന് വെറുതേക്ക് പുറത്തിറങ്ങി നടക്കാനല്ല. ഞാൻ പറയണു ഇനി വേറൊരു യേശുവ വരാനിരിക്കണല്ലേ. വന്നു സെക്കൻഡ് 2888 26 എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അഥവാ ഇങ്ങനെയുള്ള വിഡ്ഢികളെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ എന്തിനു ബോധിപ്പിക്കണവരെ? നടന്നത് വിശ്വസിക്കാത്ത വിഡ്ഢികൾ ഇനി യേശുവിടെ വരണം പറഞ്ഞ് ആരെന്ന് കുട്ടി വാങ്ങണ വിഡ്ഢികൾ, പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഡ്ഢികൾ, ഹിന്ദുസും മുസ്ലിംസും അതിൻ്റെ കൂടെ വേറെ വിഡ്ഢികൾ.